മോഹൻ വെട്ടത്ത് റോഷ്നി ദമ്പതികളുടെ മകൻ ചെന്നൈയിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മിഥുൻ മോഹൻ തന്റെ പഠനത്തോടൊപ്പം ഇരുചക്രവാഹനങ്ങളിലെ അഭ്യാസ പ്രകടനങ്ങളിലും മികവ് പുലർത്തുന്നു. ലോകോത്തര ബൈക്ക് റേസിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയി ആകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഈ യുവാവ് ബൈക്ക് റൈഡിംഗിൽ തന്റെ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ മാത്രം പ്രകടിപ്പിക്കേണ്ടതാണ് ഈ അഭ്യാസ പ്രകടനം എന്നും കൃത്യമായ പരിശീലനം ഇതിനാവശ്യമാണെന്നും മിഥുൻ കൂട്ടിച്ചേർത്തു. ഒരു 8 വയസ്സുള്ളപ്പോൾ മുതൽ ബൈക്ക് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചപ്പോൾ മുതൽ ഇത് ഭയങ്കര ആഗ്രഹമായിരുന്നു. പഠിച്ചപ്പോൾ ആദ്യം അപ്പം എടുത്ത് പറഞ്ഞ് എനിക്കൊരു ബൈക്ക് മേടിച്ച് തരാൻ പറഞ്ഞു. അപ്പോൾ M8 ആ കാലത്ത് മേടിച്ചു തന്നത് ഓടിച്ച് പഠിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. M8 ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അത് കിട്ടി 2 മാസത്തിനുള്ളിൽ അതിൻ്റെ ഫ്രണ്ട് വീൽ പൊക്കി തുടങ്ങി. അപ്പോൾ അങ്ങനെ പഠിച്ചത് ആദ്യം മുതൽ. പിന്നെ എന്താ മതിലിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിക്കൽ, സ്റ്റെപ്പിൻ്റെ ഉള്ളിൽ ചാടിക്കലൊക്കെ ആയിരുന്നു പരിപാടി ആ വണ്ടി. എന്നിട്ട് പിന്നെ അവസാനം 10ാം ക്ലാസ്സിൽ കയറിയപ്പോഴത്തേക്കും സാധാരണ വീടിൻ്റെ അകത്ത് കൂടെ വലിയ കോമ്പൗണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഓടിക്കാൻ വേണ്ടി അമ്മ ഒരു സ്കൂട്ടി പെപ്പ് മേടിച്ചു തന്നു. അപ്പോൾ അതിൽ പിന്നെ എല്ലാം പഠിച്ച് ശരിയായി. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡിയോ മേടിച്ചു തന്നു അമ്മ. അപ്പോൾ അതിൽ തന്നെ പിന്നെയും എല്ലാം പഠിച്ചു. പിന്നെ അവസാനം ബൈക്ക് ഭയങ്കര പ്രാന്താന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ പതുക്കെ മേടിച്ചു തന്നു തുടങ്ങി. എന്നിട്ട് അങ്ങനെയാണ് പിന്നെ അവസാനം ഈ FZയും വലിയ വലിയ ബൈക്കുകളൊക്കെ എടുത്തു തന്നത്. പിന്നെ എടുത്തു തന്ന് ഞാനിപ്പോൾ 2-3 ചാമ്പ്യൻഷിപ്പ് ഓടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഓടിച്ച എല്ലാത്തിലും പ്ലേസ്മെൻ്റ് ഉണ്ട്. ഫസ്റ്റ് 3 വന്നിട്ടുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഒട്ടുമില്ല. ആകെ 4 റേസ് ഓടിച്ചിട്ടുള്ളൂ. പക്ഷേ അതിലെല്ലാത്തിലും എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് 3 വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം എനിക്ക് ഒരു സൂപ്പർ ബൈക്ക് മേടിച്ച് തന്നായിരുന്നു, യമഹയുടെ R1 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ എടുത്ത് വണ്ടി മേടിച്ച് 3ാമത്തെ മാസമായപ്പോഴത്തേക്കും എനിക്കൊരു അതിൽ റേസ് ഓടിക്കണമെന്ന് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂരിൽ ഒരു ഡ്രാഗ് റേസ് ഉണ്ടെന്നും പറഞ്ഞ് ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെയായിരുന്നു ആദ്യമായിട്ട് പോയത്. അപ്പോൾ അതിന് പോയി ആദ്യത്തെ റേസ് തന്നെ ഫസ്റ്റ് അടിച്ചത്. അതിന് അമിത വികാരത്തിനും ആവേശത്തിനും അടിമപ്പെടാതെ പക്വതയോടെയാണ് മിഥുൻ തന്റെ സാഹസിക പ്രകടനങ്ങൾ നടത്തുന്നത്. മകന്റെ കഴിവുകൾ തിരിച്ചറിഞ്ഞ പിതാവ് മോഹൻ വെട്ടത്തും മാതാവ് റോഷ്നിയും എല്ലാവിധ പിന്തുണയുമായി മകനോടൊപ്പമുള്ളതിനാൽ വിജയം മിഥുന് ഏറെ അകലെയല്ല. ഇത് ഒരു കൈവിട്ട കളിയാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകം ഒട്ടാകെ ഉള്ള ജനം മുഴുവൻ ഒരു പ്രൊഫഷൻ്റെ മുമ്പിലേക്ക് ഓടുമ്പോൾ അതാത് കഴിവുകളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണവന്മാരുടെ ഒരു ബാധ്യത. എല്ലാവരും ഡോക്ടർമാരായാൽ എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ അവനിലുള്ള കഴിവ്, അവൻ്റെ ആ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിന് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു പിതാവ് എന്നുള്ളത്. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവന് നല്ല വെയിറ്റ് ആയിരുന്നു. ഒരു 96 കിലോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കിൾ ചവിട്ടുമ്പോൾ സൈക്കിൾ ഒടിഞ്ഞു പോകുമായിരുന്നു. അപ്പോൾ പറഞ്ഞു, അമ്മ എനിക്കൊരു സ്കൂട്ടർ. അന്നേരം എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ അന്നേരം മുതൽ അവന് സ്കൂട്ടർ എടുത്ത് കൊടുത്തോണ്ട് അതിൽ നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. സ്കൂട്ടർ ഓടിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ 2 വീലർ അവൻ ഓടിക്കുന്നതിൽ എനിക്ക് അത്രയൊരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഇതൊരു കൈവിട്ട കളിയാണ്, എന്നാലും അറിയാം. പക്ഷേ അവന് കൊച്ചിലേ മുതലേ അതൊരു പ്രാക്ടീസ് ചെയ്ത് വന്നതുകൊണ്ട് ഇത്തിരി പേടി കുറവുണ്ട്.